യു.ഡി.എഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭാ ഭരണസമിതിയിൽ കോൺഗ്രസ് രണ്ട് തട്ടിൽ. ഇടപെടാതെ കോൺഗ്രസ് നേതൃത്വം ഡി.സി.സി പ്രസിഡന്റിനെ അതൃപ്തി അറിയിച്ച് മുസ്ലിം ലീഗ്. ഒരു കോൺഗ്രസ് അംഗത്തിനെയാണ് ലീഗ് അംഗം പിടിച്ചു തള്ളിയത്. ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ താഴെ വെച്ചിട്ടായിരുന്നു സംഭവം. ആ തർക്കം നടക്കുന്നതിന്റെ ഇടയിൽ കോൺഗ്രസ് അംഗത്തെ ലീഗ് അംഗം പിടിച്ചു തള്ളുകയും വൈസ് ചെയർപേഴ്സണായ കോൺഗ്രസ് അംഗം ഡയസിലിരിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ അത് കണ്ടിട്ടില്ല. കാണാത്തതുകൊണ്ട് എനിക്കത് പ്രതികരിക്കാൻ അറിയുന്നില്ല. കാരണം ഞാനത് അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച് ആ കാര്യങ്ങൾ പ്രതികരിക്കാം. ഈ സംഭവത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം എന്തുകൊണ്ടാണ്? താങ്കൾ അറിയാതെയാണ് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിക്കുന്നത്? അതെ, ഇന്നലെ എല്ലാം പ്രതിഷേധം ഉണ്ടായിരുന്നു കോൺഗ്രസ് അംഗങ്ങൾ. അപ്പൊ എന്തുകൊണ്ട് കോൺഗ്രസ് യോഗം ചേർന്നില്ല? ഈ പ്രതിഷേധം അറിയില്ല. യോഗം ചേരാനുള്ളത് പാർലമെന്ററി ഇന്നലെയും പ്രതിഷേധം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു യോഗം ചേരാൻ വേണ്ടിയിട്ട് മറ്റ് കൗൺസിലർമാരും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കൗൺസിലർമാർക്കെതിരെ അതിനൊന്നും ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അത് കൗൺസിലർമാരായിട്ട് ആലോചിച്ചതിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കും. മുസ്ലിം ലീഗ് പ്രതിനിധി ചെയർമാനായ ഭരണസമിതിയിൽ 4 അംഗങ്ങളുള്ള കോൺഗ്രസ് പല വിഷയങ്ങളിലും രണ്ട് തട്ടിലാണ്. ഉപാധ്യക്ഷനായ കെ ബാലകൃഷ്ണനും വികസന സ്ഥിരം സമിതി അധ്യക്ഷ സീന ശശിയും ഒരു പക്ഷത്തും കോൺഗ്രസ് കൗൺസിലർമാരായ പി രാധാകൃഷ്ണനും കുളമ്പൻ ജലീലും മറുപക്ഷത്തുമാണ്. സെക്രട്ടറിയെ അറിയിക്കാതെ കൗൺസിൽ യോഗം വിളിച്ച സംഭവത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച രാധാകൃഷ്ണനും കുളമ്പൻ ജലീലും പരസ്യമായി രംഗത്ത് വന്നിരുന്നു. യോഗം നടന്ന വ്യാഴാഴ്ച ഉദ്യോഗസ്ഥരെ തടയുന്നതിലും ഇവരാണ് മുൻപന്തിയിലുണ്ടായിരുന്നത്. അതേസമയം ബാലകൃഷ്ണനും സീനയും ലീഗ് നിലപാടിനൊപ്പം നിന്നു. സെക്രട്ടറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നേതൃത്വം മന്ത്രിമാരെ കണ്ടതിന് പിന്നാലെ കുളമ്പൻ ജലീലും മന്ത്രിമാരെ കണ്ട് മാറ്റരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഭരണസമിതിയിലെ പല തീരുമാനങ്ങളോടും ഇവർ വിയോജിപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. തങ്ങളുടെ കൂടി പിന്തുണയോടെ ഭരിക്കുന്ന ഭരണസമിതി തങ്ങളെ ഒരു കാര്യവും അറിയിക്കുന്നില്ലെന്നും ഇവർക്ക് പരാതിയുണ്ട്. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേദിയില്ലെന്നതാണ് മറ്റൊരു വസ്തുത. കഴിഞ്ഞ 4 മാസത്തിലേറെയായി നഗരസഭയിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിട്ടില്ല. കൗൺസിൽ യോഗങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന പാർട്ടിയുമായോ കോൺഗ്രസ് കൗൺസിലർമാർ തമ്മിലോ ഒരു കൂടിയാലോചനയും നടക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ പരാതിയുണ്ട്. യു.ഡി.എഫ് ഭരണസമിതിയിലെ 2 പേർ മറുപക്ഷത്തിൽ നിൽക്കാനുണ്ടായ സാഹചര്യം പരിഹരിക്കുന്നതിന് പകരം അവരെ കൂടുതൽ അകറ്റി നിർത്താനുള്ള നീക്കമാണ് ലീഗിന്റെ പക്ഷത്തു നിന്നുണ്ടായത്. ലീഗ് കൗൺസിലർമാർ കോൺഗ്രസ് കൗൺസിലർമാരുടെ കോളറിന് പിടിക്കുകയും പോർവളി മുഴക്കുകയും ചെയ്തത് ജനം കണ്ടു. സ്ഥിതി അങ്ങേയറ്റം വഷളായിട്ടും കോൺഗ്രസ് കൗൺസിലർമാരെ ഒന്നിച്ചു കൊണ്ടുപോകാനോ കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെ കയ്യാങ്കളിക്ക് മുതിർന്ന ലീഗ് കൗൺസിലർമാർക്കെതിരെ ലീഗ് നേതൃത്വത്തിനോ പരാതി നൽകാനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവാത്തതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് അമർഷമുണ്ട്. അതേസമയം ഭരണസമിതി നിലപാടിനെതിരെ നിന്ന കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെ ഡി.സി.സി പ്രസിഡന്റിന് ലീഗ് നേതൃത്വം പരാതി നൽകുകയും ചെയ്തു. കോൺഗ്രസിലെ 2 പേർ ഇടഞ്ഞു നിന്നാൽ നിർണായക വിഷയങ്ങളിൽ ഭരണസമിതിക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. 30 അംഗ ഭരണസമിതിയിൽ മുസ്ലിം ലീഗിന് 12 സീറ്റും കോൺഗ്രസിന് 4ഉം കേരള കോൺഗ്രസിന് 1 സീറ്റുമാണുള്ളത്. CPM-ന് 12ഉം BJP-ക്ക് 1 സീറ്റുമുണ്ട്. ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ്. പഴരി ഗോൾഡ്, തലമുറകൾ കൈമാറിയ ആത്മബന്ധം.